പ്രാണവായു എന്ന കഥയ്ക്ക് നൂതന കഥാന്ത്യമെഴുതിയ 5ാം ക്ലാസ്സുകാരി ദേവമിത്രയ്ക്ക് അനുമോദനം നൽകാൻ കഥാകാരൻ അംബികാസുധർ ബാങ്ങാട് നേരിട്ടെത്തി. കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ അപൂർവ മുഹൂർത്തത്തിന് വേദിയായത്. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. അംബികാസുധന്റെ പുസ്തകങ്ങളിലെ ഉമ്മട്ടക്കുളിയന്റെയും കാരക്കുളിയന്റെയും കോലധാരികളായ കുട്ടികൾ വാദ്യഘോഷത്തോടെയാണ് എഴുത്തുകാരനെ സ്കൂളിലേക്ക് സ്വീകരിച്ചത്. ദേവമിത്രയ്ക്ക് അനുമോദനവും ഉപഹാരവും സമ്മാനിച്ചതിനോടൊപ്പം വിദ്യാർത്ഥിയിലെ പ്രതിഭയെ കണ്ടെത്തിയ അധ്യാപിക ഗീത കുടജാദ്രിക്കും ഉപഹാരം സമർപ്പിച്ചു. പരിപാടിയിൽ സോഷ്യൽ സയൻസിലെ കാസർഗോഡ് ജില്ലാതല ഫ്രീഡം ക്വിസിൽ വിജയിയായ RV ഋതുവിനെയും അനുമോദിച്ചു. തുടർന്ന് എഴുത്തുകാരൻ കുട്ടികളുമായി ഏറെ നേരം സംവാദത്തിലേർപ്പെട്ടു. പ്രാണവായു എന്ന കഥയുടെ അവസാന ഭാഗം ഗീത ടീച്ചർ എനിക്ക് അയച്ചു തന്നപ്പോൾ വളരെ സന്തോഷിക്കുകയും ഇത് പ്രതിഭയുള്ള ഒരു കുട്ടിയാണ് എന്ന് ഞാൻ കരുതുകയും മനസ്സിലാക്കുകയും അത് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തതോടുകൂടിയിട്ടാണ് ഇത് വലിയൊരു വാർത്താ പ്രാധാന്യം നേടുന്നത്. തൊട്ട് പിന്നാലെ ഈ സ്കൂളിലെ മധുമാഷ് എന്നെ വിളിക്കുകയും ഒരു ദിവസം ഇങ്ങോട്ട് വരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ വരാമെന്ന് പറഞ്ഞത്. കാരണം നിങ്ങളെ കാണാനുള്ള ഒരു അവസരം, ദേവമിത്രയെ കാണാനുള്ളൊരവസരം കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കഥ നിങ്ങൾക്കറിയാവുന്നതുപോലെ കുറേ വൈറലായ ഒരു കഥയാണ്. ഡൽഹി മലിനീകരണ കാലത്തും പിന്നീട് കോവിഡ് കാലത്തുമൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥയാണ്. ഈ കഥ എഴുതി കഴിഞ്ഞപ്പോൾ ചില പരിഹാസങ്ങൾ എനിക്ക് 2015 ഉണ്ടായിരുന്നു. അനുമോദനങ്ങൾക്കൊപ്പം തന്നെ സ്കൂൾ PTA പ്രസിഡന്റ് M പ്രശാന്ത് പരിപാടിയിൽ അധ്യക്ഷനായി. വിനോദ് ആലന്തട്ട, KP രവീന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു. പ്രധാനാധ്യാപകൻ പ്രമോദ് ആലപ്പടമ്പൻ സ്വാഗതവും KV ദീപ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.